ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നോവ ഷ്നാപ്പും ഗാരന്റ് ഹർലൻഡും അഭിനയിച്ച മിസ്റ്റീരിയും ട്വിസ്റ്റും നിറഞ്ഞൊരു സൈക്കോളജിക്കൽ മൂവിയാണ്. ഒരു ട്യൂഷൻ ടീച്ചർ റിച്ച് ഫാമിലിയിൽപ്പെട്ട ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നു. അവിടെ വെച്ച് ആ ട്യൂഷൻ ടീച്ചറുടെ ജീവിതം വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നു. ഇതിനെ ചുറ്റിപ്പറ്റിയാണ് കഥ നടക്കുന്നത്. അപ്പോൾ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല, നമ്മൾക്ക് കഥയിലേക്ക് പോകാം. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈതൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെയാണ് കാണിക്കുന്നത്. അവനൊരു ട്യൂട്ടറിങ് ഏജൻസിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് റിച്ച് ഫാമിലിയിൽപ്പെട്ട കുട്ടികളെ ട്യൂഷൻ എടുക്കാൻ ട്യൂട്ടർമാരെ അയക്കുന്ന ഏജൻസി. അവൻ ഒരു ദിവസം തന്നെ പല വീടുകളിലുമായിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ പോകും. അതിൽ തന്നെ അനുസരിക്കുന്നതും അനുസരിക്കാത്തതും അവൻ പറയുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന കുട്ടികളും ഉണ്ട്. എന്നാൽ ഈതൻ ബാക്കിയുള്ള ടീച്ചേഴ്സ്മാരെ പോലെയല്ല. അങ്ങനെ കുട്ടികളോടൊന്നും ദേഷ്യപ്പെടാറോ അവർ വഴക്ക് പറയാറോ ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഫാമിലികൾക്കും ഈതനെ ട്യൂട്ടറായിട്ട് വെക്കാനാണ് താല്പര്യം. ഈതനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ അവൻ അവൻ്റെ ഗേൾ ഫ്രണ്ട് ആനിയുടെ കൂടെ ലിവിങ് ടുഗദറിലാണ്. ട്യൂഷൻ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ പോലും പൈസയുടെ ബുദ്ധിമുട്ട് ഈതന് നന്നായിട്ടുണ്ട്. കൂടാതെ അവർക്കിടയിൽ ഒരു ബേബിയും വരാൻ പോകുന്നുണ്ട്. ഈതനോട് ആനി ചോദിക്കും, നമ്മൾക്ക് കുഞ്ഞ് വരാൻ പോകുന്ന കാര്യം നീ നിന്റെ അച്ഛനോട് പറഞ്ഞില്ലേ എന്ന്. അപ്പോൾ ഈതൻ പറയും, ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല, പേടിക്കണ്ട, ഉടനെ തന്നെ പറയാം. അങ്ങനെ നെക്സ്റ്റ് ഡേ ഈതൻ ഓഫീസിലേക്ക് കയറുമ്പോൾ അവൻ്റെ കൊളീഗായ ഡാരിയ പറയും, ക്രിസ് നിന്നോട് അങ്ങോട്ട് വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ക്രിസിന് നിന്നോട് എന്തോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട് എന്ന്. ഈ ക്രിസ് എന്ന് പറയുന്നത് വേറെ ആരുമല്ല, അവരുടെ ബോസാണ്. ആളല്പം ഫ്രണ്ട്ലിയാണ് ഇവരോട്. ഈതൻ ഡാരിയോട് ചോദിക്കും, എന്താ കാര്യമെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അപ്പോൾ ഡാരിയ പറയും, ഇല്ല, അതിനെപ്പറ്റി എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ശേഷം ഈതൻ ക്രിസിനെ വിളിക്കും. എന്നിട്ട് എന്തിനാ വിളിക്കാൻ പറഞ്ഞതെന്ന് ചോദിക്കും. ക്രിസ് പറയും, അതെന്താണെന്ന് വെച്ചാൽ ഒരു ജാക്സൺ എന്ന് പറയുന്ന കുട്ടിക്ക് ട്യൂട്ടറിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഇന്ന് മോർണിംഗ് ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അവർ നിന്റെ നെയിമാണ് മെൻഷൻ ചെയ്തത്. നീ ചിലപ്പോൾ ഫേമസ് ആയതുകൊണ്ടായിരിക്കും നിന്റെ നെയിം മെൻഷൻ ചെയ്തിട്ടുണ്ടാകുക. നിനക്കാണെങ്കിൽ ഇപ്പോൾ പൈസയുടെ ആവശ്യമുണ്ടല്ലോ, അപ്പോൾ നിനക്ക് ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആണ്. അവരാണെങ്കിൽ ഡെയിലി നിനക്ക് $2,500 വെച്ച് തരും. പക്ഷേ ഒരേ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ട്രയൽ പീരീഡ് പോലെ 1 വീക്ക് നീ അവരുടെ വീട്ടിൽ താമസിച്ച് പഠിപ്പിക്കേണ്ടി വരും. അത് കേട്ട് ഈതൻ ലോട്ടറി അടിച്ച പോലെ ഷോക്കാകും. എന്നിട്ട് ചോദിക്കും, ഏത് ഫാമിലിയിലാണെന്ന് അറിയുമോ? തിരിച്ച് ക്രിസ് പറയും, അത് എനിക്കറിയില്ല, പക്ഷെ ഒന്ന് എനിക്കറിയാം, ഇത് ഏതോ ഒരു VIP ഫാമിലിയാണ്. നീ ഈ ഓപ്പർച്യൂണിറ്റി ഒരിക്കലും വിട്ടുകളയരുത്. ആ സീൻ അവിടെ കട്ടാകും. എന്നിട്ട് നെക്സ്റ്റ് സീനിൽ വീട്ടിലെത്തിയ ഈതൻ ആനിയോട് കാര്യങ്ങളെല്ലാം പറയും. അതിനുശേഷം പറയും, എനിക്കാണെങ്കിൽ നിന്നെ വിട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നീയാണെങ്കിൽ പ്രഗ്നന്റ് കൂടിയല്ലേ, ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ നിന്നെ ഒറ്റക്കാക്കി പോകും? അപ്പോൾ ആനി പറയും, നീ പോകുന്നതിൽ എനിക്കും വിഷമമുണ്ട്, പക്ഷേ എന്നെ എന്നേക്കുമായി നീ വിട്ടു പോകുന്നതല്ലല്ലോ. ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾക്ക് കിട്ടിയ നല്ലൊരു ചാൻസ് അല്ലേ. നമ്മളുടെ അവസ്ഥ കണ്ട് ദൈവം കൊണ്ടുതന്ന വഴിയായിരിക്കും ഇത്. അങ്ങനെ ഈതൻ പോകാൻ വേണ്ടി തീരുമാനിക്കും. പിറ്റേ ദിവസം ഈതൻ ആ വീട്ടിലേക്ക് പോകും. ഈതനെ അവിടെ വർക്ക് ചെയ്യുന്നൊരു സ്റ്റാഫ് ജാക്സന്റെ അടുത്ത് കൊണ്ടു ചെന്നാക്കും. ഈതൻ ജാക്സനോട് ചോദിക്കും, ഞാൻ ഏത് സബ്ജക്റ്റാണ് ഇന്ന് പഠിപ്പിക്കേണ്ടത്? സാധാരണ ആൾക്കാർ ഏത് സബ്ജക്റ്റാണ് പഠിപ്പിക്കേണ്ടതെന്ന് മുൻകൂട്ടി പറയാറുണ്ട്. എന്നാൽ ജാക്സൺ അതിനൊന്നും മറുപടി പറയില്ല. ഈതൻ വീണ്ടും ചോദിക്കും, നീ സാറ്റ് എക്സാം എഴുതിയിരുന്നോ? നിനക്ക് ആ എക്സാമിന് മാർക്ക് ഉണ്ടായിരുന്നോ? ഈ സാറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ അമേരിക്കയിലും കാനഡയിലും അണ്ടർ ഗ്രാജുവേറ്റിനെ അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയുള്ള എക്സാമാണ്. അപ്പോൾ ജാക്സൺ തിരിച്ചു പറയും, ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് വലിയ മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈതൻ പറയും, അത് കുഴപ്പമില്ല, വിട്ടേക്ക്, നമ്മൾക്ക് ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങാമെന്ന് പറഞ്ഞ് അവന് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കും. ജാക്സണിന് ക്വസ്റ്റ്യൻസ് കൊടുത്തതിന് ശേഷം അവിടെ റേഞ്ച് കുറവായത് കൊണ്ട് തന്നെ ഈതൻ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അങ്ങോട്ടേക്ക് നടക്കും. ആ നടപ്പിൽ വീടൊക്കെ ഒന്ന് അവൻ നോക്കും. അവൻ കുറച്ച് മുമ്പോട്ടേക്ക് നടക്കുമ്പോൾ ഉണ്ടാകും അവിടെ 2 പേരിരുന്നിട്ട്. ഈതൻ അവരോട് ചോദിക്കും, നിങ്ങൾ ഇവിടെയാണോ താമസിക്കുന്നത്? അപ്പോൾ അവർ അതേന്ന് പറയും. ഓ ആണോ,
ഞാൻ ഇവിടെ 1 വീക്ക് ഉണ്ടാകും. ഇവിടെ ലാൻഡ് ലൈനോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ? എൻ്റെ ഫോണിൽ കോൾ ചെയ്യാൻ റേഞ്ച് ഇല്ല. അപ്പോൾ അവർ പറയും ചിലപ്പോൾ പൂളിൻ്റെ അടുത്ത് റേഞ്ച് ഉണ്ടാകും. ഈതൻ ഓക്കെ എന്ന് പറഞ്ഞ് ജാക്സന്റെ അടുത്തേക്ക് പോകും. അപ്പോഴുണ്ടാകും ജാക്സൺ ഈതൻ കൊടുത്ത എല്ലാ മാത്സ് ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്തിട്ട്. അത് കണ്ട ഈതൻ, നീ ഞാൻ തന്ന ക്വസ്റ്റ്യൻസ് മുമ്പ് കണ്ടിട്ടുണ്ടോന്ന് ആശ്ചര്യത്തോടെ ചോദിക്കും. അപ്പോൾ ജാക്സൺ ഇല്ലാന്ന് പറയും. അന്നേരം ഈതൻ പറയും, ഓ നീ മാത്സിൽ പുലിയായത് കൊണ്ടാകും, കുഴപ്പമില്ല, ഞാൻ വേറെ ക്വസ്റ്റ്യൻസ് തരാം. ആ സീൻ അവിടെ കട്ടാകും. അന്ന് രാത്രി ഈതൻ ആനിയോട് താൻ ഇന്ന് കൊടുത്ത ക്വസ്റ്റ്യൻസ് എല്ലാം ജാക്സൺ സോൾവ് ആക്കിയെന്നും അങ്ങനെയാണെങ്കിൽ അവൻ ഒരു ട്യൂട്ടറിന്റെ ആവശ്യം എന്തിനാണെന്നുള്ള രീതിയിൽ ഈതൻ പറയും. അന്നേരം ആനി പറയും, ചിലപ്പോൾ അവൻ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കൊടുക്കുമ്പോൾ ചെയ്യുമായിരിക്കാം. ഒറിജിനൽ എക്സാം വരുന്ന ടൈം നെർവസ് കൊണ്ട് ഫെയിൽ ആകുന്നുണ്ടാകും. അതുപോട്ടെ, വീടെങ്ങനെയുണ്ട്? നീ അവന്റെ പേരൻസിനെ കണ്ടോ? ഇല്ല, ഞാൻ കണ്ടില്ല. പക്ഷെ എനിക്ക് അവൻ എന്തോ ഒരു കുഴപ്പമുള്ളതായിട്ട് തോന്നുന്നുണ്ട്. എന്തോ ഒരു സ്ട്രേഞ്ച് ഫീലിംഗ് പോലെ. അപ്പോൾ ആനി പറയും, നീ അതൊന്നും കാര്യമാക്കണ്ട. നീ നിന്റെ പണിയെടുക്കുക, പൈസ വാങ്ങുക, അത് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ നെക്സ്റ്റ് ഡേ ക്ലാസ് എടുക്കുമ്പോൾ ഈതൻ ജാക്സനോട് നേരത്തെ കണ്ട 2 പേരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും അതാരാണെന്ന്. അപ്പോൾ ജാക്സൺ പറയും, അതെൻ്റെ കസിൻ ഗവിനും അവൻ്റെ ഗേൾ ഫ്രണ്ടുമാണ്. അവർ സമ്മർ ടൈം ഇവിടെയാണ് ടൈം സ്പെൻഡ് ചെയ്യാറ്. ഞാൻ ഒറ്റ മകനായതുകൊണ്ട് അവൻ എനിക്ക് ശരിക്കും ഒരു ബ്രദർ പോലെയാണ്. അന്നേരം ഈതൻ ചോദിക്കും, നിന്റെ അച്ഛൻ എന്തു ചെയ്യുന്നു? അപ്പോൾ ജാക്സൺ എന്തോ ഹൈഡ് ചെയ്യുന്നത് പോലെ എനിക്കത് പറയാൻ പറ്റില്ലെന്ന് പറയും. എന്ത്? സ്വന്തം അച്ഛനെ പറ്റി പറയാൻ പറ്റില്ലെന്നോ? എന്നാൽ ഓക്കെ, നിന്റെ അമ്മ എന്ത് ചെയ്യുന്നു? അപ്പോൾ ജാക്സൺ പറയും, എൻ്റെ അമ്മയെ ഇവർ ഇവിടുന്ന് ഇറക്കി വിട്ടു. എന്നിട്ട് അവൻ സബ്ജക്റ്റ് മാറ്റാൻ വേണ്ടി ചോദിക്കും, നിങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ടല്ലേ? നിങ്ങളുടെ കയ്യിൽ ഞാനൊരു ക്യാമറ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ ഫോട്ടോ എടുക്കാറുണ്ടോ? അപ്പോൾ ഈതൻ ഇല്ലാന്ന് പറയും. അപ്പോൾ ജാക്സൺ ഒരു മിസ്റ്ററി രീതിയിൽ ഈതൻ്റെ ബേബിയെ പറ്റി ചോദിക്കും, നിനക്കെങ്ങനെ എൻ്റെ ബേബിയെ കുറിച്ച് അറിയാം? അന്നേരം ജാക്സൺ ചോദിക്കും, കല്യാണം കഴിക്കാതെ കുട്ടി ഉണ്ടാകുന്നതിൽ നിങ്ങൾ വെറീഡാണോ? എക്സ്ക്യൂസ് മീ, നീ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത്? നീ ഇപ്പോൾ നിന്റെ കാര്യം ഫോക്കസ് ചെയ്യും. നെക്സ്റ്റ് സീനിൽ ഈതൻ ഫോട്ടോ എടുക്കുന്ന ടൈം ഗവിനും ഗവിൻ്റെ ഫ്രണ്ട്സും വന്നിട്ട് ചോദിക്കും, നമ്മളുടെ കൂടെ ഒരു റൈഡിന് വരുന്നോ എന്ന്. അപ്പോൾ ഈതൻ ഓക്കെ പറയും. വണ്ടിയിൽ കയറിയിരുന്ന ഈതൻ ടെഡി എന്ന് പറയുന്ന പെണ്ണിനെ ജസ്റ്റ് ഒന്ന് നോക്കും. അത് കണ്ട് ഗവിൻ ചോദിക്കും, നിങ്ങൾക്ക് അവളെ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഈതൻ പറയും, ഇല്ല, എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഗവിൻ്റെ ഗേൾ ഫ്രണ്ട് ജെന്നി ചോദിക്കും, ജാക്സൺ ഇപ്പോൾ എങ്ങനെയുണ്ട്? ആ സംഭവത്തിന് ശേഷം അവൻ ഓക്കെ ആണോ? ഈതന് അവൾ എന്താ പറഞ്ഞതെന്ന് മനസ്സിലാവില്ല. ഈതൻ ചോദിക്കും, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഗവിൻ അന്നേരം ചോദിക്കും, അപ്പോൾ അവൻ നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ലേ? എന്താ, അവൻ്റെ അമ്മയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട കാര്യമാണോ? അപ്പോൾ ഗവിൻ ഒരു മിസ്റ്ററി രീതിയിൽ പറയും, ആ അത് തന്നെ. അന്ന് ഉച്ചക്ക് ക്ലാസ് എടുക്കുന്ന സമയം ജാക്സൺ ഈതനോട് പറയും, ഇനി മുതൽ നിങ്ങൾ ഈ ക്ലാസ് എടുക്കണ്ട എന്ന്. അപ്പോൾ ഈതൻ ചോദിക്കും, നീ എന്തീ പറയുന്നേ? അന്നേരം ഗവിൻ വന്നിട്ട് പറയും, നിങ്ങൾക്ക് എത്ര പൈസയോ വേണ്ടേ ഈ ക്ലാസ് ഒന്ന് നിർത്താൻ വേണ്ടിയിട്ട്? നിങ്ങൾ ഇവിടെ വന്നോ, പക്ഷെ ക്ലാസ് എടുക്കേണ്ട. ഇവൻ്റെ അച്ഛൻ ഇതൊന്നും അറിയാൻ പോകുന്നില്ല. നിങ്ങൾക്കൊരു പ്രശ്നവും വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. പക്ഷേ ഈതൻ അത് സമ്മതിക്കില്ല. അന്നേരം ജാക്സൺ പറയും, ഞാൻ നിങ്ങൾക്ക് $1000 തന്നാൽ നിങ്ങൾ സമ്മതിക്കുമോ? അപ്പോൾ ഈതൻ പറയും, ജാക്സൺ ഇത് ശരിയല്ല, എനിക്ക് നിങ്ങളുടെ പൈസ ഒന്നും വേണ്ട. അപ്പോൾ ജാക്സൺ പറയും, എന്നാൽ ഞാൻ നിങ്ങൾക്ക് $5000 തരാം, ഓക്കെ ആണോ? ഈതന് പൈസക്ക് ആവശ്യമുള്ളത് കൊണ്ട് അവസാനം അവൻ ഓക്കെ പറയും. അന്ന് രാത്രി ഈതൻ ബുക്ക് വായിക്കുന്ന സമയം ജാക്സൺ കരഞ്ഞുകൊണ്ട് വന്നിട്ട് പറയും, സോറി, ഞാൻ നിങ്ങളോട് കള്ളം പറഞ്ഞു. എൻ്റെ അമ്മയെ ഇവർ ഇറക്കി വിട്ടതല്ല. എൻ്റെ അമ്മ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. എൻ്റെ അച്ഛനാണെങ്കിൽ എന്നെ ഇതുവരെ സ്നേഹിച്ചിട്ടില്ല. ചിലപ്പോൾ അച്ഛൻ്റെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് ഞാൻ എത്താത്തത് കൊണ്ടാകും. അന്നേരം ഈതൻ പറയും, എൻ്റെ അച്ഛനും ഏകദേശം ഇതുപോലെ തന്നെയാണ്. എപ്പോഴും ദേഷ്യമാണ് എല്ലാവരോടും. ആളൊരു ആൽക്കഹോളിക്കും കൂടിയാണ്. എനിക്ക് തന്നെ അറിയില്ല അയാളുടെ ഏത് സ്വഭാവമാണ് എനിക്ക് കിട്ടിയതെന്ന്. എനിക്കൊരു കുഞ്ഞ് വരാൻ പോകുന്ന കാര്യം ഞാൻ അയാളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അച്ഛൻ്റെ ഈ സ്വഭാവം സഹിക്കാൻ വയ്യാതായപ്പോഴാണ് എൻ്റെ 10ാം വയസ്സിൽ അമ്മ ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയത്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. സാരമില്ല,
നിന്റെ അച്ഛന് നിന്നെ ഒരുപാട് ഇഷ്ടമായിരിക്കും. ചിലപ്പോൾ അത് പ്രകടിപ്പിക്കാൻ അറിയാത്തത് കൊണ്ടായിരിക്കാം. അത് കേട്ട് അതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന ജാക്സൺ പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് എന്തൊക്കെയോ മീനിങ്ങിൽ പറയും, നിങ്ങൾ ശരിക്കും ഒരു ഗുഡ് ലിസണറാണ്. അത് തന്നെയാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. അത് കേട്ട് ഈദന് എന്തോ ഒരു സ്ട്രേഞ്ച് ആയിട്ട് തോന്നും. പിറ്റേ ദിവസം ജാക്സൺ ഈദനോട് പറയും, ഞാൻ എൻ്റെ അച്ഛനോട് സംസാരിച്ചു. അച്ഛൻ നാളെ രാവിലെ ഇവിടെ എത്തും. നാളെ നമ്മളുടെ ലാസ്റ്റ് ക്ലാസ് അല്ലേ, അതുകൊണ്ട് അച്ഛൻ ഒരു സ്പെഷ്യൽ ഡിന്നറൊക്കെ വെച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈദൻ പറയും, അതിന് നമ്മളൊന്നും പഠിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഈ സെലിബ്രേഷനൊക്കെ? അന്നേരം ജാക്സൺ പറയും, അതിന് ആ കാര്യമൊന്നും എൻ്റെ അച്ഛൻ അറിയില്ലല്ലോ. അച്ഛൻ നിങ്ങളെ കാണാൻ എക്സൈറ്റഡ് ആണ്. ഈദൻ പറയും, എനിക്ക് നിൽക്കാൻ പറ്റില്ല, നാളത്തെ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ എനിക്ക് ഇവിടുന്ന് പോകണം. അന്നേരം ജാക്സൺ പറയും, അതിനിത് കുറച്ചു നേരത്തെ കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ ഈദൻ കുറച്ച് ഹാഷായിട്ട് പറയും, നോക്ക് ജാക്സൺ, ഇങ്ങനെ ഡിന്നർ പ്ലാൻ ചെയ്യാൻ ഞാൻ നിന്റെ ഫ്രണ്ട് അല്ല, നിന്റെ ട്യൂട്ടർ മാത്രമാണ്, മനസ്സിലായോ? അന്ന് രാത്രി ഈദൻ ജാക്സണിനോട് ഹാർഷായിട്ട് സംസാരിച്ചത് കൊണ്ട് തന്നെ സോറി പറയാൻ വേണ്ടി ജാക്സന്റെ റൂമിലേക്ക് പോകും. എന്നാൽ അവനെ അവിടെ എങ്ങും കാണില്ല. അന്നേരമാണ് ബെഡിൽ ഒരു ലാപ്ടോപ്പ് ഈദൻ കാണുന്നത്. അത് നോക്കുമ്പോഴുണ്ടാകും ഈദന്റെ ഫോട്ടോസും അതുകൂടാതെ ഈദനും ആനിയും നിൽക്കുന്ന ഒരുപാട് ഫോട്ടോസും. എന്നാൽ ഈദന് കാര്യം എന്താണെന്ന് മനസ്സിലാകില്ല. പിറ്റേ ദിവസം ക്ലാസ് എടുക്കുന്ന സമയം ജാക്സൺ എന്തൊക്കെയോ വിയേർഡായിട്ട് ബിഹേവ് ചെയ്യും. അപ്പോൾ ഈദൻ ചോദിക്കും, നിനക്കിതെന്താ പറ്റിയേ? ഇന്നലെ ഞാൻ നിന്നോട് കുറച്ച് ഹാർഷായിട്ടാ സംസാരിച്ചത്, അതിന് സോറി. എനിക്ക് ഡിന്നറിന് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ആനിയുടെ കൂടെ കുറച്ച് പരിപാടിയുണ്ട്. എനിക്ക് തോന്നുന്നത് നിനക്ക് എന്നോട് എന്തോ ഒരു തരം അറ്റാച്ച്മെന്റ് ആയിട്ടുണ്ട് എന്നാണ്. അന്നേരം ജാക്സൺ പറയും, എനിക്ക് നിങ്ങളെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടായിരുന്നു. അതിനിപ്പോൾ എന്താ? ഞാൻ ഇന്നലെ രാത്രി നിന്റെ റൂമിൽ സോറി പറയാൻ വന്ന ടൈം നിന്റെ കമ്പ്യൂട്ടറിൽ കുറച്ച് ഫോട്ടോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ജാക്സൺ വയലന്റ് ആയിട്ട് സോറിയും പറഞ്ഞ് അവിടുന്ന് ഓടിപ്പോകും. ഈദനും പിറകെ പോകും. പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഈദനോട് ചോദിക്കും, എന്താ പറ്റിയേ എന്ന്. അന്നേരം ഈദൻ ചോദിക്കും, നിങ്ങൾ ജാക്സന്റെ അച്ഛനാണല്ലേ? അപ്പോൾ അയാൾ പറയും, ആ അതെ, സോറി കേട്ടോ, ജാക്സൺ ഒരു ഇമോഷണൽ കിഡാണ്. ഈദൻ പറയും, ഇത്ര നേരം ഒരു കുഴപ്പവുമില്ലായിരുന്നു, പെട്ടെന്ന് വയലന്റ് ആയതാ അവൻ. അന്നേരം അയാൾ പറയും, അത് കാര്യമാക്കണ്ട, അവൻ അങ്ങനെയാണ്. ഈദൻ പറയും, സോറി, എനിക്ക് ഇന്ന് രാത്രി ഡിന്നറിന് വരാൻ പറ്റില്ല. അപ്പോൾ അയാൾ പറയും, ഓ ആണോ, അത് കുഴപ്പമില്ല. ആ സീൻ അവിടെ കട്ടാകും. നെക്സ്റ്റ് സീനിൽ ഈദനെ ക്രിസ് വിളിക്കും. എന്നിട്ട് പറയും, ജാക്സന്റെ അച്ഛൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ജാക്സൺ നിന്റെ കൂടെയാണ് പിന്നെയും ഓക്കെ, അതുകൊണ്ട് തന്നെ സമ്മർ ടൈം മുഴുവനും നീ തന്നെ ജാക്സന് ക്ലാസ് എടുക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. അപ്പോൾ ഈദൻ പറയും, പക്ഷെ ക്രിസ്, എന്നെ കൊണ്ട് അത് പറ്റുമെന്ന് തോന്നുന്നില്ല. ക്രിസ് പറയും, അവർ നിനക്ക് ഇപ്പോൾ തരുന്ന പേയ്മെന്റിനേക്കാൾ 3 മടങ്ങ് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ കൂടുതലാണ്. ആൾക്കാർ ഒരു വർഷം ഉണ്ടാക്കുന്ന പൈസ നിനക്ക് വെറും ഒരു മാസം കൊണ്ടുണ്ടാക്കാം. പക്ഷെ എന്ത് ചെയ്യാനാ, പൈസയുടെ കാര്യമായതുകൊണ്ട് തന്നെ ഈദന് നോ പറയാൻ പറ്റില്ല. അവൻ അതിന് ഓക്കെ പറയും. അന്ന് രാത്രി ഈദനും ആനിയും ആനിയുടെ ഫ്രണ്ട് മിരിയയും അവളുടെ ഹസ്ബൻഡും ഫുഡ് കഴിക്കുന്ന സമയത്ത് മിരിയയുടെ ഹസ്ബൻഡ് ഈദനോട് ചോദിക്കും, വർക്കൊക്കെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഈദൻ പറയും, സാലറി നല്ലതായതുകൊണ്ട് തന്നെ ഇങ്ങനെ പോകുന്നു. അന്നേരം മിരിയ ചോദിക്കും, ഇപ്പോഴുള്ള സ്റ്റുഡന്റ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, പക്ഷെ അവൻ എന്നോട് ചെറിയൊരു ഒബ്സഷൻ ഉണ്ട്. ഇടയ്ക്ക് അവനൊരു സ്റ്റോക്കറിനെ പോലെയാണ് ബിഹേവ് ചെയ്യുക. അവൻ്റെ അടുത്ത് എൻ്റെയും ആനിയുടെയും ഫോട്ടോസ് വരെയുണ്ട്. എന്തോ എവിടെയോ ഒരു കുഴപ്പമുണ്ട്. ആള് കുറച്ച് വിയേർഡാണ്. ആ സമയം ജാക്സൺ അവിടെ വരും. ഈദൻ ജാക്സനെ കണ്ടപ്പോൾ നീ എന്താ ഇവിടെയെന്ന് ചോദിക്കും. അന്നേരം ജാക്സൺ പറയും, ഇതെൻ്റെ ഫാമിലിയുടെ ബിൽഡിംഗ് ആണ്, ഞാൻ എല്ലാ വീക്കെൻഡും ഇവിടെ വരാറുണ്ട്. എന്നിട്ട് ജാക്സൺ ഈദനെ ഒരു അർത്ഥം വെച്ച് നോക്കിയിട്ട് അവിടുന്ന് പോകും. അന്ന് രാത്രി വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയം ആനി ഈദനോട് പറയും, നീ ജാക്സനെ പറ്റി അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു, അവൻ വെറും ഒരു കുട്ടിയാണ്. ഇങ്ങനെ വഷളായതിൽ അവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈദൻ. അപ്പോൾ ഈദൻ പറയും, സോറി,
നെക്സ്റ്റ് ടൈം ഞാൻ അവനെ കാണുമ്പോൾ അവനോട് സോറി പറഞ്ഞോളാം. പിറ്റേ ദിവസം ഈതൻ ജാക്സന്റെ വീട്ടിലേക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ, അതായത് ഈതനോട് ജാക്സന് വേണ്ടി സമ്മർ ടൈം മുഴുവനും ക്ലാസ് എടുക്കുമോ എന്ന് ചോദിച്ചിട്ടില്ലേ, അതിനു വേണ്ടി. അപ്പോൾ ആ സമയം ജാക്സൺ വിളിച്ചിട്ട് പറയും, എനിക്ക് അച്ഛൻ്റെ കൂടെ ഒരു സ്ഥലം വരെ പോകാനുണ്ട്, ഞാൻ വണ്ടി അയച്ചിട്ടുണ്ട്, ഡ്രൈവർ നിങ്ങളെ പിക്ക് ചെയ്തോളൂ, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോയിക്കോളൂ. ഈതൻ അതിന് ഓക്കെ പറയും. അങ്ങനെ ഈതൻ ജാക്സന്റെ വീട്ടിൽ ചെന്ന് ജാക്സനെ വെയിറ്റ് ചെയ്യും. നേരം കുറെ കഴിഞ്ഞിട്ടും ജാക്സൺ എത്തിയിട്ടുണ്ടാകില്ല. പെട്ടെന്ന് ജാക്സൺ വിളിച്ചിട്ട് ഈതനോട് പറയും, ഇവിടെ ട്രാഫിക് ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആകും വരാൻ, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ വെച്ചിട്ടുണ്ട്, അത് വേണമെങ്കിൽ കഴിച്ചോളൂ എന്ന് പറഞ്ഞ് കോൾ കട്ടാക്കും. എന്നിട്ട് ഈതൻ അവിടെ വെച്ച ഫ്രൂട്ട്സ് കഴിക്കും. കഴിച്ചതും അവന്റെ ബോധം പോകും. പെട്ടെന്ന് ഈതൻ കണ്ണ് തുറക്കുമ്പോൾ ഒരു ലേക്കിലായിരിക്കും അവൻ ഉണ്ടാകുക. ഈതന് സംഭവിച്ചത് എന്താണെന്ന് പിടികിട്ടാതെ അവന്റെ ബാഗും എടുത്ത് അവന്റെ വീട്ടിലേക്ക് പോകും. ഈതനെ കണ്ട ആനി, നീ ഇതെവിടെയായിരുന്നു, എന്താ ലേറ്റ് ആയത്, അല്ല നീ എന്താ നനഞ്ഞിരിക്കുന്നേ? അപ്പോൾ ഈതൻ ജാക്സന്റെ വീട്ടിൽ പോയതും ഫ്രൂട്ട്സ് കഴിച്ചതും ലേക്കിൽ വീണതും അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം ഓരോന്നോരോന്നായി പറയും. അപ്പോൾ ആനി പറയും, നീ എന്തേ പറഞ്ഞു വരുന്നത്, അവൻ നിന്നെ ബോധം കെടുത്തിയെന്നോ? അപ്പോൾ ഈതൻ പറയും, എനിക്കറിയില്ല, പക്ഷെ ഇതാണ് സംഭവിച്ചത്. ആനി പറയും, ഇന്നൊരു സ്ത്രീ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ആരാണെന്ന് ചോദിക്കുമ്പോൾ അവർ കോള് കട്ട് ചെയ്തു, അതാരാ? അന്നേരം ഈതൻ പറയും, നീ എന്താ ഒരുമാതിരി സംശയത്തോടെ ചോദിക്കുന്നത്, എനിക്കറിയില്ല അതാരാണെന്ന്. ആനി പറയും, എനിക്ക് നിന്നെ സംശയിക്കാനുള്ള എല്ലാ കാരണവും ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ വിളിക്കുമ്പോൾ നീ എന്നോട് പറഞ്ഞത് നീ സിറ്റിയിലുണ്ടെന്നാണ്, പക്ഷേ ഞാൻ നോക്കുമ്പോൾ നീ ഏതോ ഒരു ദ്വീപിലായിരുന്നു. അപ്പോൾ ഈതൻ പറയും, എനിക്ക് ഓൾറെഡി അറിയാം നീ എൻ്റെ ഫോൺ ട്രാക്ക് ചെയ്യാറുണ്ടെന്ന്, അതറിഞ്ഞിട്ടും ഞാൻ എന്തിന് കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കണം? ആനി അപ്പോൾ പറയും, എങ്കിൽ അവൻ എന്തിനാ നിന്നെ ബോധം കെടുത്തിയത്, ആ വിളിച്ച സ്ത്രീ ആരാ? അപ്പോൾ ഈതൻ, എനിക്കൊന്നും അറിയില്ല, നീ ആദ്യം എനിക്ക് കുറച്ച് സമാധാനം താ എന്ന് പറഞ്ഞ് അവിടുന്ന് പോകും. പിറ്റേ ദിവസം ഈതൻ ആനിയോട് പറയും, ഞാൻ ജാക്സണിന് കുറേ മെസ്സേജ് അയച്ചു, പക്ഷേ അവൻ ഒരു മെസ്സേജിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ആനി പറയും, നീ അവൻ്റെ അച്ഛനെ വിളിച്ചു നോക്കിയായിരുന്നോ? അപ്പോൾ ഈതൻ പറയും, ജാക്സന്റെ അച്ഛൻ്റെ ഫോൺ നമ്പർ എൻ്റെ കയ്യിലില്ല. അന്നേരം ആനി പറയും, അതിന് നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, അത് വിട്ടേക്ക്, അങ്ങോട്ടേക്ക് ഇനി പോകേണ്ട. ആ സീൻ അവിടെ കട്ടാകും. നെക്സ്റ്റ് ഡേ ക്രിസ് ഈതനെ വിളിച്ചിട്ട് പറയും, ജാക്സന്റെ അച്ഛൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവർ നിന്റെ ക്ലാസ് ക്യാൻസൽ ചെയ്യാൻ പോകുകയാണ്, കാരണം ജാക്സന് നിന്നെ വല്ലാണ്ട് പേടിയാണ് ഇപ്പോൾ. ജാക്സന്റെ കാലിന് അടി കൊണ്ട കുറച്ച് പാടുകളുണ്ട്. ഈതൻ അപ്പോൾ പറയും, അതൊക്കെ അവൻ തന്നെ സ്വയം ചെയ്യുന്നതാണ്. അപ്പോൾ ക്രിസ് പറയും, അവനത് എന്തിനു ചെയ്യണം? ഈതൻ പറയും, അത് എനിക്കറിയില്ല, പക്ഷേ അവൻ എന്നോട് എന്തോ ഒരു ഒബ്സഷൻ ഉണ്ട്. ഒരു ഡേ അവനൊരു ക്രേസി പോലെയായിരുന്നു ബിഹേവ് ചെയ്തത്. അവൻ്റെ അച്ഛനും അത് കണ്ടതാണ്. അയാൾ അവൻ്റെ ക്യാരക്ടർ അങ്ങനെയാണെന്നാണ് അന്ന് എന്നോട് പറഞ്ഞത്. അന്നേരം ക്രിസ് പറയും, ജാക്സന്റെ അച്ഛൻ പറഞ്ഞത് അവർ നിന്നെ ഇതുവരെ കണ്ടിട്ടില്ല എന്നായിരുന്നല്ലോ. അന്നേരം ഈതൻ പറയും, മണ്ണാങ്കട്ട, എനിക്കറിയില്ല എന്താ സംഭവിക്കുന്നേന്ന്. ക്രിസ് പറയും, സോറി ഈതൻ, ഞാൻ നിന്നെ ഈ ജോലിയിൽ നിന്ന് പുറത്താക്കുകയാണ്. അതും പറഞ്ഞ് ക്രിസ് കോള് കട്ടാക്കും. ഈതന് ആണെങ്കിൽ ഇനി എന്താ ചെയ്യുക എന്നുള്ള തിങ്കിലായിരിക്കും. പിറ്റേ ദിവസം ഈതൻ നടന്നു പോകുമ്പോൾ ജാക്സണും ഗവിനും റോഡിൽ നിൽക്കുന്നുണ്ടാകും. ഈതൻ അങ്ങോട്ട് പോയിട്ട് പറയും, എനിക്കറിയില്ല നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന്, എന്ത് തന്നെ ആയാലും ഇതിവിടെ നിർത്തിക്കോളുക. ജാക്സൺ പറയും, നീ അന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് എന്നെപ്പറ്റി എന്തൊക്കെയോ കുറ്റം പറഞ്ഞിട്ടില്ലേ, അത് നീ മനഃപൂർവ്വം പറഞ്ഞതല്ലേ, നിനക്ക് എന്ത് റൈറ്റ്സ് ആണുള്ളത് എന്നെപ്പറ്റി അങ്ങനെ പറയാൻ? അപ്പോൾ ഈതൻ പറയും, നിന്നെ പോലത്തെ ഒന്നിനും കൊള്ളാത്ത കുറെ എണ്ണത്തിനെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് എനിക്ക് മനസ്സിലാകും നിനക്ക് എന്നെ പറ്റി ഒന്നും അറിയില്ല, നീ എന്നോട് എന്താ ചെയ്തതെന്നും പോലും നിനക്കറിയില്ല. അന്നേരം ഈതൻ പറയും, എന്നാൽ പറ, ഞാൻ എന്താ നിന്നോട് ചെയ്തത്? അപ്പോൾ ജാക്സൺ പറയും, ഞാൻ നിന്റെ നാശം കണ്ടേ അടങ്ങും. നെക്സ്റ്റ് സീനിൽ ജോലി പോയ ഈതൻ വേറെ ജോലി അന്വേഷിച്ചുകൊണ്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറും. അപ്പോൾ മാനേജർ പറയും, ഇവിടെ ഇപ്പോൾ ഒഴിവുള്ളത് വെയിറ്ററിന്റെ ജോലിയാണ്, നിങ്ങൾക്കാകെ അറിയുന്നത് കുട്ടികളെ പഠിപ്പിക്കാനല്ലേ, ഇനിയിപ്പോൾ നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്താലും നിങ്ങൾ മുമ്പ് വാങ്ങിക്കൊണ്ടിരുന്ന സാലറിയുടെ അത്ര വരില്ല, നിങ്ങൾ വേറെ ജോലി നോക്കുന്നതാണ് നല്ലത്.
അത് കഴിഞ്ഞ് ഈദൻ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്കും പോലീസ് സ്റ്റേഷനിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഒരു കോള് വരും. ജാക്സണിനെ ആരോ അടിക്കുന്ന വീഡിയോ കാണിച്ചിട്ട് പോലീസ് ഈദനോട് ചോദിക്കും, ഇത് നീയല്ലേ ചെയ്തത്? അപ്പോൾ ഈദൻ പറയും, ഞാനൊന്നുമല്ല ചെയ്തത്, മിക്കവാറും അവന്റെ കസിൻ ഗവിൻ ആയിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാകുക. നിങ്ങൾ അവനോട് പോയി ചോദിക്കുന്നതാകും നല്ലത്. ഈദൻ പോലീസിന്റെ കൂടെ നടന്നു വരുമ്പോൾ ജാക്സൺ ആനിയോട് സംസാരിക്കുന്നുണ്ടാകും, നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന്. ആ സീൻ അവിടെ കട്ടാകും. ശേഷം കാണിക്കുന്നത് വീട്ടിലെത്തിയ ആനി ഈദനോട് പറയും, എനിക്കെന്താ വിശ്വസിക്കേണ്ടതെന്ന് അറിയില്ല, നീ ഇത് ചെയ്യില്ലാന്ന് എനിക്കറിയാം, പക്ഷെ നിന്റെ അച്ഛൻ ഇതുപോലെ ആയിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ നീ തന്നെയാണ് ഇത് ചെയ്തതെന്നും എനിക്ക് തോന്നിപ്പോകുന്നു. അപ്പോൾ ഈദൻ പറയും, നിനക്കെന്താ എന്നെ വിശ്വാസമില്ലാത്തത്? ആരായി റേച്ചൽ പ്ലാറ്റ്? അന്നേരം ഈദൻ ചോദിക്കും, എന്താ നീ അങ്ങനെ ചോദിച്ചത്? ആനി പറയും, ജാക്സൺ എന്നോട് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന്റെ അമ്മയുടെ നെയിം റേച്ചൽ പ്ലാറ്റ് ആണെന്നും അവന്റെ അമ്മയെ ആരോ 10 വർഷം മുമ്പ് ലേക്കിൽ മുക്കി കൊന്നതാണെന്നും. നീയും അതും തമ്മിൽ എന്താ ബന്ധം? അപ്പോൾ ഈദൻ പറയും, ഞങ്ങൾ തമ്മിൽ കുറച്ചു കാലം ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നീ വിചാരിക്കുന്നത് പോലെ അത്ര സീരിയസ് ബന്ധമൊന്നുമല്ലായിരുന്നു. അവളെ ആരും കൊന്നതല്ല, അവൾ സൂയിസൈഡ് ചെയ്തതാണ്. അവളുടെ ഹസ്ബൻഡ് അവളോട് അത്ര നല്ലതല്ലായിരുന്നു. ജാക്സൺ അവന്റെ അമ്മയെ ആരോ കൊന്നതാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും കൊന്ന ആൾ ഞാൻ തന്നെയാണെന്ന് അവൻ വിചാരിക്കുന്നുണ്ടാകും. അതുകൊണ്ടാകും അവൻ എൻ്റെ ലൈഫ് നശിപ്പിക്കാൻ നോക്കുന്നത്. അപ്പോൾ ആനി പറയും, എന്തുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും എന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല? കാരണം അതൊക്കെ എനിക്ക് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളതും മറക്കാൻ ആഗ്രഹിക്കുന്നതുമായ കാര്യമാണ്. റീച്ചലിന് എന്തൊക്കെയോ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ജാക്സണിനും കിട്ടിയിട്ടുണ്ടാവുക. അതിനുശേഷം ഈദൻ നേരെ ജാക്സന്റെ വീട്ടിലേക്ക് പോകും. അപ്പോൾ അവിടെ വേറെ കുറച്ച് ആൾക്കാരായിരിക്കും ഉണ്ടാകുക. ഈദൻ അതിലുള്ള ഒരാളോട് ജാക്സനെ അന്വേഷിക്കും. അപ്പോൾ അയാൾ ചോദിക്കും അതാരാണെന്ന്. ഈദൻ അന്നേരം ചോദിക്കും, നിങ്ങൾ സമ്മർ ടൈം ഇവിടെ റെന്റിന് നിൽക്കുന്നതാണോ? അപ്പോൾ അയാൾ പറയും, അല്ല, ഇതെന്റെ വീടാണ്, എന്താണ് കാര്യം? അന്നേരം ഈദൻ ജാക്സനെ അന്വേഷിച്ച് അവിടുന്ന് ബഹളം വെക്കും. അയാൾ പറയും, മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോളണം, ഇല്ലെങ്കിൽ ഞാൻ പിടിച്ച് പുറത്താക്കും. അന്ന് രാത്രി ഈദൻ ആരും അറിയാതെ ആ വീട്ടിലേക്ക് കയറും. അപ്പോൾ ആരോ ആ സംഭവങ്ങളൊക്കെ CCTVയിൽ കാണുന്നതായിട്ട് നമ്മൾക്ക് കാണാം. വീടിന്റെ ഉള്ളിൽ കയറിയിട്ട് ഈദൻ ഓരോന്നും ഇങ്ങനെ നോക്കുമ്പോൾ പോലീസ് വന്ന് നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവനെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോകും. എന്നിട്ട് പോലീസ് ആ വീട്ടിൽ കയറിയത് എന്തിനാണെന്ന് ഈദനോട് ചോദിക്കും. അന്നേരം ഈദൻ പറയും, ആ വീട്ടിൽ വെച്ചാണ് അവർ എന്നെ ബോധം കെടുത്തിയത്. അപ്പോൾ അതിന്റെ പ്രൂഫ് വല്ലതും ഉണ്ടോന്ന് അറിയാൻ കയറിയതാണ്. അപ്പോൾ പോലീസുകാരൻ ചോദിക്കും, ആ വീട് ആരുടേതാണെന്ന് നിനക്കറിയാമോ? 10 വർഷം മുന്നേ റേച്ചൽ പ്ലാറ്റിന്റെ ഡെത്തുമായിട്ട് ബന്ധപ്പെട്ട് നിന്നോട് ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അവരുടെ ഹസ്ബൻഡ് ജെഫേഴ്സണിന്റെ വീടാണത്. അപ്പോൾ ഈദൻ പറയും, അതിന് ഞാനൊന്നും ചെയ്തിട്ടില്ല, ജാക്സണിന് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട്, വേണമെങ്കിൽ നിങ്ങൾ അവന്റെ അച്ഛനോട് തന്നെ ചോദിച്ചു നോക്കൂ. അന്നേരം പോലീസുകാരൻ പറയും, അതിന് ജെഫേഴ്സൺ മരിച്ചിട്ട് 3 വർഷമായി, ക്യാൻസർ ആയിരുന്നു അയാൾക്ക്. നിന്നെ എന്തിനായിരുന്നു ട്യൂട്ടറിംഗ് ഏജൻസിയിൽ നിന്ന് പുറത്താക്കിയത്? അപ്പോൾ ഈദൻ പറയും, അവനെ ഉപദ്രവിച്ചു എന്ന പേരിലാണ് എന്നെ പുറത്താക്കിയത്. പോലീസുകാരൻ പറയും, ശരി, നീ എന്തായാലും ഈ ഏരിയ വിട്ട് പുറത്തു പോകരുത്, ഞങ്ങൾ എപ്പം വിളിച്ചാലും വരണം. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ഈദനോട് ജാക്സൺ വിളിച്ചിട്ട് പറയും, എൻ്റെ അമ്മ മരിച്ച സ്ഥലത്തേക്ക് നീ ഇപ്പോൾ വരണം. എന്നിട്ട് ഈദൻ അവിടത്തേക്ക് പോകും. ജാക്സൺ ഒരു ലേക്കും അതിൻ്റെ അടുത്തുള്ള പരിസരവും കാണിച്ചിട്ട് പറയും, ഇതാണ് എൻ്റെ അമ്മയുടെ ഫേവറേറ്റ് പ്ലേസ്. നിങ്ങൾക്കത് ഓൾറെഡി അറിയുമായിരിക്കുമല്ലോ. അമ്മയുടെ ബോഡി ഇവിടുന്ന് 2 മൈൽസ് അപ്പുറത്തു നിന്നാണ് കിട്ടിയത്. പക്ഷേ അമ്മയുടെ ലങ്സിൽ വെള്ളം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ അർത്ഥം അമ്മയുടെ ഒരു സാധാരണ മരണമല്ല, അമ്മയെ ആരോ കൊന്നതാണ്. അപ്പോൾ ഈദൻ പറയും, നീ ഇപ്പോൾ പറഞ്ഞത് ഒരു എസംഷൻ, ഇതിനെ പറ്റിയിട്ട് ഇനിയും ഒരുപാട് എസംഷൻസ് ഉണ്ട്. മരിക്കുമ്പോൾ അമ്മയുടെ ചെരുപ്പ് ബോട്ടെടുക്കുന്ന ഡോക്കിന്റെ അവിടെ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അമ്മയുടെ തല അതിനു കൊണ്ട് അടിച്ചിട്ട് ആ ഡോക്കിന് ചെറിയൊരു വിള്ളൽ വന്നിട്ടുണ്ടായിരുന്നു. പോലീസ് പറഞ്ഞത് ഈ സ്ഥലത്തു നിന്നാണ് അമ്മ മരിച്ചതെന്ന്. ഈ കാര്യം പോലീസുകാർക്കല്ലാതെ അറിയുന്നത് മറ്റു 3 പേർക്ക് മാത്രമാണ്, എനിക്കും എൻ്റെ അച്ഛനും പിന്നെ ആ കില്ലർക്കും. അതും പറഞ്ഞ് ജാക്സൺ ഈദനെ ഒന്ന് നോക്കും. ഈദൻ ചോദിക്കും, എന്ത് നോൺസെൻസ് ആണ് നീ പറയുന്നത്?
ഇവിടെ തന്നെയാണ് മരിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലാകും. ഒന്നൂഹിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ നിന്നൊരു സാധനം വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അത് നേരെ എത്തുന്നത് നീ ഈ പറഞ്ഞ 2 മൈൽസ് അപ്പുറത്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുന്ന് ഒരു ബോഡി വീണാലും അത് നേരെ ഒഴുകി എത്തുന്നതും ആ സ്ഥലത്ത് തന്നെയായിരിക്കും. അപ്പോൾ തന്നെ മനസ്സിലാക്കാം മരിച്ചത് ഇവിടുന്ന് തന്നെയാണെന്ന്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാ. നോക്ക് ജാക്സൺ, ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല. ഞാനും അവളും ജസ്റ്റ് ഒരു അഫെയർ മാത്രമായിരുന്നു. അപ്പോൾ ജാക്സൺ പറയും, അമ്മ മരിക്കുന്ന ആ രാത്രി നിങ്ങൾ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു. ഈതൻ പറയും, ഓക്കെ, ഏകദേശം അവൾ മരിക്കുന്ന 1 മണിക്കൂർ മുമ്പ് ഞങ്ങൾ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ബന്ധം അവസാനിക്കുന്നതിൽ അവൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം ഗവിൻ പിറകെ നിന്ന് ഈതനെ അടിച്ച് താഴെയിടും. അമ്മയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു അമ്മ പ്രഗ്നന്റ് ആണെന്നും അതൊരു ബേബി ബോയ് ആണെന്നും. അവനിപ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒറ്റക്കാകില്ലായിരുന്നു ഒരിക്കലും. ഗവിൻ ജാക്സനോട് പറയും, ഇവൻ എന്തായാലും സത്യമൊന്നും പറയില്ല, നമ്മൾക്കിവനെ അങ്ങ് കൊല്ലാം. അപ്പോൾ ഈതൻ പറയും, യെസ്, ഞാൻ അവളുടെ കൂടെ അന്ന് രാത്രി ഉണ്ടായിരുന്നു. പക്ഷെ അവൾ മരിക്കുന്ന സമയത്ത് ഞാൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. ആ ഒരു രാത്രി മാത്രം എൻ്റെ കൂടെ അവളുടെ ഫേവറേറ്റ് പ്ലേസിൽ ചിലവഴിക്കാൻ ഞാൻ ബെഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അവളോട്. അന്നേരം അവൾ ഓക്കെ പറഞ്ഞു. അന്ന് രാത്രി ഞങ്ങൾ ഹാപ്പി ആയിട്ട് അവിടെ ചിലവഴിച്ചു. അതിനുശേഷം അവൾക്ക് ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകണമെന്നുണ്ടായി. പക്ഷേ നിന്റെ അച്ഛൻ അവളോട് പറഞ്ഞത് ഒന്നുകിൽ നിന്നെയും നിന്റെ അച്ഛനെയും വിട്ട് എൻ്റെ കൂടെ വരിക, അല്ലെങ്കിൽ എന്നെ വിട്ട് നിങ്ങളുടെ അടുത്തേക്ക് പോകുക. അവൾക്ക് നിന്നെ വിട്ട് വരാൻ പറ്റില്ലായിരുന്നു, എന്നാൽ അവൾക്ക് എന്നെയും മറക്കാൻ പറ്റില്ലായിരുന്നു. അവൾ വല്ലാതെ ഇമോഷണലായി. പക്ഷേ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അവൾ ഈ കടുംകൈ ചെയ്യുമെന്ന്. അപ്പോൾ ജാക്സൺ പറയും, ഇത്ര കാലം ഞാൻ വിചാരിച്ചത് എൻ്റെ സൈഡ് എന്തെങ്കിലും തെറ്റുള്ളത് കൊണ്ടാണ് എൻ്റെ അമ്മ എന്നെ വിട്ടു പോയതെന്ന്. പക്ഷെ അപ്പോഴാണ് അമ്മയുടെ ഡയറി എനിക്ക് കിട്ടിയത്. അതിലെഴുതിയിരുന്നത് അമ്മയ്ക്ക് നിങ്ങളെ പേടിയായിരുന്നു എന്നാണ്. അമ്മ നിങ്ങളെ പേടിച്ചിരുന്നു, കാരണം നിങ്ങൾ മെന്റലി അൺസ്റ്റേബിൾ ആണ്. അന്നേരം ഈതൻ പറയും, നിനക്ക് എത്ര പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ലേ? എനിക്കവളെയും അവൾക്ക് എന്നെയും ഒരുപാട് ഇഷ്ടമായിരുന്നു. അതിന് എൻ്റെ അമ്മ നിങ്ങളെ ഇതുവരെ സ്നേഹിച്ചിട്ടില്ല. അമ്മ ഡയറിയിൽ എഴുതിയിരുന്നത് നിങ്ങൾ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് മണപ്പിച്ച് നടക്കുന്ന ഒരു പട്ടിക്കുട്ടിയെ പോലെയാണെന്നാണ്. വേണ്ട എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ എന്തിനാ അമ്മയുടെ പിറകെ നടന്നതെന്ന് അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല. പിന്നീട് എപ്പോഴോ അമ്മയ്ക്ക് നിങ്ങളുടെ ലവ് പ്യുവറായിട്ട് തോന്നി. പാവമായത് കൊണ്ട് എൻ്റെ അമ്മ നിങ്ങളോട് കുറച്ച് സ്നേഹത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നിന്നോട് സംസാരിച്ചപ്പോൾ നീ ഇമാജിൻ ചെയ്തതാണ് നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലാണെന്ന്. നിനക്ക് എന്തോ മെന്റൽ ഇഷ്യൂ ഉണ്ടെന്ന് അമ്മ ഇതിൽ എഴുതിയിട്ടുണ്ട്. അത് കേട്ട് ഈതൻ വയലന്റ് ആവുകയും ഗവിനെയും ജാക്സനെയും പിടിച്ച് തള്ളിയിട്ടിട്ട് ഗവിനെ ഒരു ഇരുമ്പ് പോലെയുള്ള അമ്പ് കൊണ്ട് കഴുത്തിൽ അമർത്തി കൊല്ലും. ഗവിൻ മരിച്ചെന്ന് മനസ്സിലാക്കിയ ഈതൻ നേരെ ജാക്സന്റെ അടുത്തേക്ക് തിരിയും. അപ്പോഴേക്കും ജാക്സൺ ഓടി ഒരു റൂമിൽ ഒളിച്ചിട്ടുണ്ടാകും. ഈതൻ തന്റെ അടുത്തെത്താനായി എന്ന് മനസ്സിലാക്കിയ ജാക്സൺ നേരെ ലേക്കിന്റെ അടുത്തേക്ക് ഓടും. അത് കാണുന്ന ഈതൻ ജാക്സന്റെ പിറകെ പോകും. ജാക്സൺ നേരെ ഡോക്കിന്റെ അടിയിലുള്ള ഒരു മെറ്റൽ ഗ്രില്ലിൽ ഒളിച്ചിരിക്കും. ഈതൻ നോക്കുമ്പോൾ ജാക്സൺ ഉണ്ടാകും ഗ്രില്ലിന്റെ താഴെയായിട്ട് ഒളിച്ചിരിക്കുന്നു. ആ ഗ്രിൽ ഓപ്പൺ ആക്കാൻ പറ്റാത്തത് കൊണ്ട് ഈതൻ ഡോക്കിന്റെ താഴെ തല താഴ്ത്തി വെച്ച് ജാക്സനെ നോക്കും. എന്നിട്ട് പറയും, നിന്നെ കാണാൻ ശരിക്കും റേച്ചലിനെ പോലെ തന്നെയാണ്. പക്ഷെ ഞാൻ അത് ആദ്യം ശ്രദ്ധിച്ചിട്ടില്ല. അവളെ കൊന്നത് ഞാൻ തന്നെയാണ്. നിന്നെയും അതുപോലെ തന്നെ ഞാൻ കൊല്ലും. പുറത്ത് വാ എന്ന് പറഞ്ഞിട്ട് ഈതൻ അവന്റെ കയ്യിലുള്ള ഇരുമ്പിന്റെ അമ്പ് കൊണ്ട് ഗ്രില്ലിൽ നന്നായിട്ട് അടിച്ചിട്ട് ഗ്രില്ല് പൊട്ടിക്കാൻ നോക്കും. ആ സമയം ആനി അവിടെ വന്ന് ഈതനെ വിളിക്കും. അത് കേട്ട ഈതൻ ഷോക്കോടെ അവളെ നോക്കും. ആനി ചോദിക്കും, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? നീ കണ്ടില്ലേ ഈ സൈക്കോ ചെക്കൻ എന്താ എന്നോട് ചെയ്തതെന്ന്? ഇവൻ എല്ലാവരോടും ഇല്ലാത്തതൊക്കെ പറഞ്ഞ് എന്റെയും നിന്റെയും ലൈഫ് നശിപ്പിച്ചു. അപ്പോൾ ആനി പറയും, അല്ല, നീയാണ് റേച്ചലിനെ കൊന്നത്. നീ അത് പറയുന്നത് ഞാൻ കേട്ടു ഇപ്പോൾ. അല്ല, അങ്ങനെയല്ല, അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു. നിനക്ക് എന്നെ നന്നായിട്ട് അറിയില്ലേ? അപ്പോൾ ആനി, നീ ഒരു മോൺസ്റ്റർ ആണെന്ന് പേടിച്ചുകൊണ്ട് പറയും. ആ സമയം ജാക്സൺ ഈതന്റെ പുറകിൽ നിന്ന് ഷൂട്ട് ചെയ്യും. ഈതൻ നേരെ ആ ലേക്കിലേക്ക് വീഴും. ആ സീൻ അവിടെ കട്ടാകും. പിറ്റേ ദിവസം പോലീസും റെസ്ക്യൂ ഡൈവേഴ്സും വന്ന് ഈതന്റെ ബോഡി ആ ലേക്ക് മുഴുവനും അന്വേഷിക്കും.
ബോഡി കിട്ടിയിട്ടില്ല എന്ന് പോലീസുകാരൻ ജാക്സണിനോട് പറയും. ചിലപ്പോൾ പോലീസുകാർക്ക് ജാക്സന്റെ പ്ലാൻസും കാര്യങ്ങളും അറിയുമായിരിക്കാം. ആനി ചോദിക്കും ജാക്സണിനോട്, ഈതൻ ചെയ്ത കാര്യങ്ങളൊന്നും എന്തേ നീ എന്നോട് മുമ്പ് പറഞ്ഞില്ല? അപ്പോൾ ജാക്സൺ പറയും, എനിക്കത് മുമ്പേ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇവനാണ് അത് ചെയ്തതെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പ്രൂഫും കാര്യങ്ങളും ആവശ്യമായിരുന്നു. അതും പറഞ്ഞ് ഈ സിനിമ ഇവിടെ അവസാനിക്കും. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് മൂവി ഇഷ്ടപ്പെട്ടോ? ഈ മൂവി ആദ്യം ഒരു സ്ലോ പേസിലായിരുന്നു തുടക്കം, പിന്നീടാണ് പെട്ടെന്നൊരു ത്രില്ലർ മൂഡിലേക്ക് പോകുന്നത്. എടുത്തു പറയുകയാണെങ്കിൽ നോവ സ്നാപ്പ് നന്നായിട്ടെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഇതിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. സ്ട്രേഞ്ചർ തിങ്സിൽ ആൾക്കൊരു സോഫ്റ്റ് ആൻഡ് ക്വയറ്റ് ക്യാരക്ടർ ആണല്ലോ, പക്ഷെ ഇതിൽ ആളുടെ ഇമോഷണൽ സീൻസ് ഒക്കെ അത്രക്കും ഇൻറ്റൻസ്ഡ് ആയിരുന്നു. അപ്പോൾ ശരി, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ നെക്സ്റ്റ് മൂവിയായിട്ട് വരാം.